ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ 3 ദിവസം ഭയങ്കര വോളറ്റൈൽ ആയിരുന്നു മാർക്കറ്റ്. എന്താ പറയുക, ഒരു സിംഗിൾ ഡേയിലൊക്കെ നല്ല വോളറ്റാലിറ്റി നമ്മൾ ഈയിടെയായിട്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 3 ദിവസം ഒരേപോലെ മാർക്കറ്റ് വോളറ്റൈലായിട്ട് തന്നെയാണ് നിന്നത്. ഏകദേശം 250 പോയിന്റിന്റെ സ്വിങ് എല്ലാ ഡേയും നിഫ്റ്റി എടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മളുടെ വിക്സ് നല്ല രീതിയിൽ ഹൈ ആകുകയും പ്രീമിയംസ് രണ്ട് സൈഡിലെയും കോൾ ഓപ്ഷനിലെയും പുട്ട് ഓപ്ഷനിലെയും പ്രീമിയംസ് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നായിരുന്നു. എൻ്റെ MTM ലോസിലാണ് നിൽക്കുന്നത്. 9th ജൂലൈയിലെ നിഫ്റ്റിയുടെ എക്സ്പയറിയിലെ പൊസിഷൻസ് ആയിരുന്നു എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി ലോസിലാണ് നിൽക്കുന്നത്. ഏകദേശം 12,000 റുപ്പീസിൻ്റെ അടുത്ത് ഇപ്പോൾ തന്നെ MTM ലോസ് ഉണ്ട്. പക്ഷേ ക്രെഡിറ്റ് ആയിട്ട് 16,000 റുപ്പീസ് എന്താണ് ഉള്ളത്. വളരെ മിനിമലായിട്ടാണ് ഞാൻ ആ പൊസിഷൻ കീപ്പ് ചെയ്തിരിക്കുന്നത്. കാര്യം ഈ വോളറ്റാലിറ്റി തന്നെയായിരുന്നു. പ്രീമിയം സ്പൈക്ക് ഏത് സൈഡിലോട്ട് വേണേലും എപ്പോൾ വേണേലും ഉണ്ടാകാൻ എന്നുള്ള സാഹചര്യത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഞാൻ പൊസിഷൻസ് വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇൻ കേസ് ഈ ഒരു രീതിയിൽ തന്നെ മാർക്കറ്റ് എൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഐ ബി ഹാപ്പി ടു മേക്ക് നോ മണി ഫ്രം ദ മാർക്കറ്റ് ഫോർ ദിസ് 2 വീക്സ്. ദ വോളറ്റാലിറ്റി ഇസ് ടു ഹൈ. ഈ വോളറ്റാലിറ്റി ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പൊസിഷണൽ ട്രേഡുകളിലായിട്ട് പോലും ഇത്രയും ബുദ്ധിമുട്ടുണ്ട്. അത് അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം പ്രീമിയത്തിൻ്റെ സ്പൈക്സും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും എന്നുള്ളത്. ലോസിൽ എൻഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഒരിക്കലും ലോസിൽ എൻഡ് ചെയ്യാനായിട്ടുള്ള വലിയ പോസിബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. 4,000 രൂപ ഓൾറെഡി ക്രെഡിറ്റ് ഉണ്ട്. ഇനി വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം 20,000 റുപ്പീസിന് മേലോട്ടുള്ള ക്രെഡിറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ വരുന്ന ദിവസങ്ങളിൽ അറിയത്തുള്ളൂ. മാർക്കറ്റിന്റെ ബിഹേവിയർ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ നമ്മുടെ പൊസിഷൻസ് എങ്ങോട്ട് പോകും നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതാണ് ആദ്യത്തെ 3 ദിവസത്തെ ഒരു അപ്ഡേറ്റ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം. മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ ഒറ്റക്ക് മിഡ് ക്യാപ്പ് എക്സ്പയർ ചെയ്യാവുന്ന ലാസ്റ്റ് എക്സ്പയറി ആയിരുന്നു. അന്ന് 2.5 മാർക്കറ്റ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2.5% അരമണിക്കൂർ കൊണ്ട് ഷൂട്ടായി. പ്രീമിയംസ് ഒക്കെ ഹ്യൂജ്ലി സ്പൈക്കായി. 100 ലോട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് 10 ലക്ഷം രൂപ വരെ ലോസ് ആവാനായിട്ടുള്ള എല്ലാ സാഹചര്യവും മാർക്കറ്റിലുണ്ടായിരുന്നു. കാര്യം ഒരിക്കലും നമ്മൾക്ക് റണ്ണവേ ചെയ്ത് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു നിന്നിരുന്നത്. 1% അപ്പുറം ഉണ്ടായിരുന്ന പ്രീമിയംസ് വരെ ഹെവിലി സ്പൈക്കായ ദിവസമായിരുന്നു. സോ അത് എന്താണ് അന്ന് സംഭവിച്ചതെന്ന് ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ അന്ന് നൽകിയ അപ്ഡേറ്റുകൾ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ത്രൂ നോക്കാം. സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻ ടു ദ സ്ക്രീൻ. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടായിരുന്നു കേട്ടോ. ദിസ് ഈസ് മൺഡേ, ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ. 3 ചാർട്ടുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. മൺഡേ മാർക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഭയങ്കര വോളറ്റൈലായിരുന്നു മാർക്കറ്റ്. ഒരു വി ഷേപ്പ് റിക്കവറി തരുമെന്ന് പ്രതീക്ഷിച്ചു. നമ്മളെ CPR ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേലിലോട്ട് പോകുന്നതാണ്. പക്ഷേ അതേപോലെ തന്നെ മാർക്കറ്റ് താഴത്തോട്ട് ആ ഒരു സെൽ ഓഫിന് വിധേയമായി. എന്തായിരുന്നു ഈ ഒരു സെൽ ഓഫ് ട്രിഗർ ചെയ്തതെന്ന്, എന്തൊക്കെ കാര്യങ്ങളാണ് മൺഡേ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. സോ അതിനു മുമ്പ് തന്നെ നിങ്ങൾ അറിയണം, ഏകദേശം 230 പോയിന്റാണ് ലോയിൽ നിന്ന് ഹൈയിലേക്ക് നിഫ്റ്റി നീങ്ങിയത്. ആ ഒരു മൂവ്മെന്റിന് ശേഷമാണ് ഏകദേശം 300 പോയിന്റോളം നിഫ്റ്റി ക്രാഷ് ആയി നിലത്തോട്ട് വരുന്നത്. 1.23% ആയിരുന്നു ആ ഒരു മൂവ്മെന്റ്. ഈ സാഹചര്യത്തിൽ നമ്മളുടെ പുട്ട് ഓപ്ഷൻസും കോൾ ഓപ്ഷൻസും രണ്ടും സ്പൈക്കായി. എന്തുകൊണ്ടായിരിക്കും നമ്മളുടെ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ സ്പൈക്ക് ആവുന്നത്? ഒരു ഒറ്റ റീസണേ ഉള്ളായിരുന്നു, IV സ്പൈക്ക്. IV സ്പൈക്ക് ആവുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പോലെ തന്നെ നമ്മുടെ IV കൃത്യമായിട്ട് സ്പൈക്ക് ആവുന്നു. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? മാർക്കറ്റിലെ ഫിയർ കംപ്ലീറ്റ്ലി കൂടും. അപ്പോൾ ഒരിക്കലും ഒരു ചെറിയ പ്രൈസിന് ട്രേഡ് ചെയ്യാനായിട്ട് സെല്ലേഴ്സ് റെഡി ആവത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 5 രൂപ ഏകദേശം മാർക്കറ്റിൻ്റെ ഈ വോളറ്റാലിറ്റിയുടെ സാഹചര്യത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ ട്രേഡ് ചെയ്യുന്ന ഒരു പ്രീമിയത്തിൻ്റെ വില 10 രൂപയെന്ന് കരുതുക. 10 രൂപയാണ്. മാർക്കറ്റിൽ ഭയങ്കര വലിയൊരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നു. ഏകദേശം 260 രൂപ മേളിലേക്ക് നിഫ്റ്റി നീങ്ങുന്നു. അപ്പോൾ എന്തായിരിക്കും ഈ പ്രീമിയത്തിന് സംഭവിക്കുക? ഈ പ്രീമിയം 20 റുപ്പീസായിട്ട് കൂടും. ഈ പ്രീമിയം 20 രൂപയായിട്ട് ഈ പ്രീമിയം കൂടും. നമ്മളുടെ ഈ ഒരു ഒറ്റ മൂവ്മെൻറ്റിന് 10 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം 20 റുപ്പീസ് ആവും. പക്ഷേ മാർക്കറ്റ് അതേപോലെ തന്നെ ക്രാഷ് ആവുന്നു. പക്ഷേ ഈ ക്രാഷ് ആവുന്നതിൻ്റെ സ്പീഡ് ഭയങ്കര ഹ്യൂജായിരുന്നു. അപ്പോൾ ഈ പ്രീമിയം നേരത്തെ ഉണ്ടായിരുന്നത് പോലെ 10 രൂപയിലോട്ടാണ് പോകേണ്ടത്. ഈ ലെവല് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോകുമ്പോൾ ഈ പ്രീമിയം 10 രൂപയിൽ താഴത്തോട്ട് വന്ന് ട്രേഡ് ചെയ്യേണ്ട വില ഏകദേശം 9 രൂപയല്ലേ. പക്ഷേ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള മൂവ്മെന്റ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അത് 9 രൂപയിൽ ട്രേഡ് ചെയ്തില്ല. ഏകദേശം പ്രീമിയം DK തരാതെ 15 രൂപയിലോട്ട് മാത്രമേ ആ ഒരു DK സംഭവിച്ചുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒരു പോയിന്റിൽ നിന്ന് ഒരു ട്രേഡ് എടുത്തു. ഞാനെന്നല്ല, അന്നത്തെ ദിവസം
ട്രേഡ് എടുത്ത ആൾക്കാരുടെ എല്ലാവരുടെയും കാര്യമാണ് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് ട്രേഡ് എടുത്തു 10 രൂപയായിരുന്നു പ്രീമിയം. ആ ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് പോയിട്ട് പോലും നമ്മുടെ പ്രീമിയത്തിൽ ഡീക്കേ അല്ല, പ്രീമിയം ഇൻക്രീസ് ആവുകയാണ് ചെയ്തത്. ഈ ഒരു ഒറ്റ പൊസിഷനിൽ നിന്ന് മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്ക് 5 റുപ്പീസിൻ്റെ MTM ലോസ്. ഈ ഒരു ഒറ്റ പൊസിഷനിൽ നിന്ന് മാത്രം 5 റുപ്പീസിന്റെ പ്രീമിയം ലോസ് ഉണ്ടാവും. സോ ഇത് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് പറഞ്ഞു തന്നെയാണ് കേട്ടോ. ഇനി ട്യൂസ്ഡേയിലേക്ക് വരാൻ നേരം സെയിം തിങ് ഹാപ്പൻഡ് ഇൻ ട്യൂസ്ഡേ. ഒരു മാറ്റവും ഉണ്ടായില്ല. മാർക്കറ്റ് ഒരു ചെറിയ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആവുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് 150 പോയിന്റ്സിന് താഴത്തേക്ക് നീങ്ങുന്നു. ഈ മൂവ്മെന്റിന് ശേഷം വീണ്ടും മാർക്കറ്റ് മേളിലോട്ട് പോകുന്നുണ്ട്. 238 പോയിന്റാണ് മാർക്കറ്റ് അതിനുശേഷം മേളിലോട്ട് പോകുന്നത്. ഈ ഒരു ഒറ്റ മൂവ്മെന്റിലും നമ്മൾ തലേ ദിവസം സെല്ല് ചെയ്ത 10 രൂപയ്ക്ക് സെല്ല് ചെയ്ത പ്രീമിയം ഇല്ലേ, തിരിച്ച് നമ്മളുടെ ഈ ലെവലിലോട്ട് പോലും എത്തിയിട്ടില്ല. പിറ്റേ ദിവസം ആകാൻ നേരം എങ്ങനെയൊക്കെ പോയാലും അറ്റ്ലീസ്റ്റ് 10 രൂപയിലെങ്കിലും ഉണ്ടാവണ്ടേ. DK തരാതെ ആ പ്രീമിയം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ഏകദേശം 12 രൂപ പ്രീമിയത്തിലാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ ഇതേ ലെവലിലെ പ്രീമിയത്തിന്റെ കാര്യം തന്നെയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. സോ ഇവിടെയും രണ്ടാമത്തെ ദിവസവും നമുക്ക് MTM ആയിട്ട് ലോസ് തന്നെയാണ് ബുക്ക് ചെയ്യേണ്ടി വരുന്നത്. അവിടെയും ഒരു DK മാർക്കറ്റ് തരുന്നില്ല. ഈ ഞാൻ കോൾ ഓപ്ഷന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പുട്ട് ഓപ്ഷന്റെ സൈഡിലും സെയിം കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. പുട്ട് ഓപ്ഷന്റെ സൈഡിലും പ്രീമിയം രണ്ടും DK. ഇവിടെ നേരത്തെ പറഞ്ഞ ഉദാഹരണം വെച്ചിട്ടാണെങ്കിൽ ഇവിടെ 10 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം ഈ ഒരു സാഹചര്യത്തിൽ ട്രേഡ് ചെയ്യുന്നത് വീണ്ടും 12 രൂപയിൽ തന്നെയായിരുന്നു. സോ എന്താ ഇവിടെ ആക്ച്വലി സംഭവിച്ചത്? മാർക്കറ്റ് 2 ദിവസമായിട്ടും ഈ വോളറ്റാലിറ്റിയുടെ ഭാഗമായിട്ട് എവിടെയും പോയിട്ടില്ല. മൺഡേ ഓപ്പൺ ചെയ്ത ആ ഒരു സാഹചര്യത്തിലോട്ട് തന്നെ ട്യൂസ്ഡേ ഈവനിങ് എത്തിയെങ്കിലും 2 സൈഡിലെയും പ്രീമിയം കൂടി. അതോടുകൂടി ട്രേഡ് ചെയ്യുന്ന ഓപ്ഷൻ സെല്ലേഴ്സിന് MTM ലോസ് ബുക്ക് ചെയ്യേണ്ട സാഹചര്യത്തിലോട്ടെത്തും. സെയിം തിങ് ആണ് ഇന്നും മാർക്കറ്റ് സംഭവിച്ചത്. ഏകദേശം നല്ലൊരു അപ്സൈഡ് മൂവ്മെന്റ് ആണ് മാർക്കറ്റ് തന്നത്. കോൾ ഓപ്ഷൻസ് 272 പോയിന്റാണ് കേട്ടോ നീങ്ങിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 3 ദിവസമായില്ലേ, ഈ ഒരു പ്രീമിയം എത്ര രൂപയിലായിരുന്നു നിൽക്കേണ്ടത്? 10 രൂപയിലാണല്ലോ നമ്മൾ സെല്ല് ചെയ്തത്. നമ്മൾ മൺഡേ സെല്ല് ചെയ്തതിൻ്റെ ഏകദേശം ചെറിയൊരു പോയിന്റ് മാത്രമല്ലേ പ്രീമിയം നീങ്ങിയിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രീമിയം ഇപ്പോൾ നിൽക്കേണ്ടിയിരുന്നത് 10 രൂപയിൽ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ആ ഒരു പ്രീമിയം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 20 റുപ്പീസിലായിരുന്നു. ഓൾമോസ്റ്റ് ഡബിൾ. മാർക്കറ്റിൽ 10 രൂപയ്ക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട പ്രീമിയം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 20 റുപ്പീസ്. സോ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ എന്തായാലും പുട്ട് ഓപ്ഷൻ പ്രൈസ് കുറഞ്ഞ് കാണണമല്ലോ. 10 രൂപയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന പ്രീമിയം 12 രൂപയ്ക്കല്ലേ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ ട്യൂസ്ഡേ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ 10 രൂപയ്ക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന പ്രീമിയം അതേ 12 രൂപയ്ക്ക് തന്നെയാണ് ഇവിടെയും ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഈ എല്ലാ ദിവസവും മാർക്കറ്റ് പെർസെൻറ്റേജ് വൈസ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ലെങ്കിലും പ്രീമിയംസ് 2 സൈഡിലും സ്പൈക്ക് ചെയ്തു. ഇതിൻ്റെ ഒരു ഒറ്റ കാരണം മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ഫിയർ ആണ്. ഒരു സാഹചര്യത്തിൽ പോലും ഈ ഫിയർ മാർക്കറ്റിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത 2 ദിവസം നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. സോ അറ്റ്ലീസ്റ്റ് മൺഡേ വരെയെങ്കിലും പൊസിഷൻസ് ഹോൾഡ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിനെ തിരിച്ച് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,200-ലും 23,300-ലും കേട്ടോ. ഇതായിരുന്നു എൻ്റെ 2 പൊസിഷൻസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് തന്നെയാണ് 19th December തൊട്ട് ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം 900 പോയിന്റ്സിൻ്റെ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു. സോ അഡ്ജസ്റ്റ്മെന്റ്സിനായിട്ടും ആവശ്യത്തിനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ പൊസിഷൻസ് എടുത്തിരിക്കുന്നത്. പക്ഷേ വോളറ്റാലിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് 24,000-ലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ലെവലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ നിന്ന് മേലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു. നിങ്ങൾക്ക് മനസ്സിലായത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അടുത്ത 2 ദിവസം മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അടുത്ത 2 ദിവസം മാർക്കറ്റിന് എന്ത് സ്ട്രക്ചറിലായിരിക്കും ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് മാർക്കറ്റ് ഈ 2 ലെവൽസിൻ്റെ അകത്ത് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള പോസിബിലിറ്റി ആണുള്ളത്. ഇന്നത്തെ ട്രേഡിംഗ് റേഞ്ചിൻ്റെ അകത്ത് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രീമിയം ഇപ്പം 20 രൂപയുള്ള ഈ പ്രീമിയം താഴത്തേക്ക് വരുത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ഈ പ്രീമിയം
തിരിച്ച് 10 രൂപയിലോട്ട് എങ്കിലും വന്നാൽ മാത്രമേ അടുത്ത 2 ദിവസം കൊണ്ട്, ഞാൻ ഈ പ്രീമിയത്തിന്റെ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രമായിരുന്നു കേട്ടോ, നിങ്ങൾ ആ ഒരു സെൻസിൽ മാത്രമേ ഇതിനെ കാണാവൂ. ഒരു എക്സാമ്പിൾ ആയിരുന്നു, കൃത്യം പ്രീമിയംസോ കാര്യങ്ങളോ ഒന്നുമല്ല പറയുന്നത്. ഈ 20 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന പ്രീമിയം 10 രൂപയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ 2 ദിവസം അധികം വോളറ്റൈൽ ആകാതെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 10 റുപ്പീസ് എന്ന് പറയുന്ന പ്രീമിയം നമ്മൾക്ക് ഒരു DK തന്ന് 6 റുപ്പീസ് ആകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു മൂവ്മെന്റ് ആണ് ഞാൻ അടുത്ത 2 ദിവസം മാർക്കറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് ആണ്, എന്തും സംഭവിക്കാം, എങ്ങനെ വേണേലും പ്രീമിയംസ് പോകാം. ഇപ്പോൾ ഏകദേശം 12,000 റുപ്പീസിന്റെ അടുത്താണ് MTM ലോസ് ആയിട്ട് ഉള്ളത്. പക്ഷേ 16,000 മേളിൽ ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. ബാക്കി അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാർക്കറ്റ് അധികം വോളറ്റൈൽ ആയില്ല എന്നുണ്ടെങ്കിൽ, ഇനി വരുന്ന ദിവസങ്ങളിൽ അധികം വോളറ്റൈൽ ആയില്ല എന്നുണ്ടെങ്കിൽ 16,000 തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് പ്രോഫിറ്റ് എടുക്കാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. സോ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ. ഇനി നിങ്ങൾക്ക് മിഡ് ക്യാപ് ഇൻഡെക്സിൽ സംഭവിച്ച ഒരു സ്പൈക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് മിഡ് ക്യാപ് ഇൻഡെക്സിന്റെ ചാർട്ടായിരുന്നു കേട്ടോ. മൺഡേ മിഡ് ക്യാപ്പിൽ സംഭവിച്ചത് ഒരു ഹ്യൂജ് മാനിപ്പുലേഷൻ ആയിരുന്നു. അത് നിങ്ങൾക്ക് എന്താണെന്ന് കാണിച്ചു തരാം. സീ ദിസ്, ഒരു ഹ്യൂജ് മൂവ്മെന്റ് 2:30 ശേഷം ഏകദേശം 2.5% അടുത്ത് അരമണിക്കൂർ കൊണ്ടാണ് ആ ഒരു ഇൻഡെക്സ് നീങ്ങിയത്. മിഡ് ക്യാപ്പിന്റെ ലാസ്റ്റ് ഒറ്റക്ക് ട്രേഡ് ചെയ്യുന്ന ലാസ്റ്റത്തെ എക്സ്പയറി ആണ്. ഇനി മന്ത്ലി എക്സ്പയറി ഉണ്ടെങ്കിലും അത് വേറെ ഇൻഡെക്സുകളും കൂടെ ചേർന്നുള്ള ദിവസമാണ്. സോ മാർക്കറ്റിൽ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് വലിയ വലിയ ട്രേഡേഴ്സിന് കിട്ടിയ ഏക അവസരം മിഡ് ക്യാപ്പിൽ ഇതായിരുന്നു. സോ അവർ നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്തു, മാർക്കറ്റ് ഷൂട്ട് ചെയ്യിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം നിങ്ങൾക്ക് കാണാം ആ ഒരു ട്രേഡ് അതേപോലെ തന്നെ അവർ സെൽ ഓഫ് ചെയ്ത് തിരിച്ച് അവിടെ പൊസിഷൻസ് എല്ലാം കൃത്യമായിട്ട് വെച്ചിരിക്കുന്നത്. ക്ലിയർ മാനിപ്പുലേഷൻ തന്നെയായിരുന്നു. ഒരുപാട് നല്ല ട്രേഡേഴ്സ് ക്യാഷ് പോയിട്ടുള്ള ദിവസമായിരുന്നു. നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല 2.5% ഒരു ഇൻഡെക്സ് ഷൂട്ട് ചെയ്യുന്നുള്ളത്. സോ അൺഇമാജിനബിൾ ആണ്. ആർക്കും അൺട്രേഡബിൾ ഡേയ്സ് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഈ ഒരു രീതിയിലാണ് മിഡ് ക്യാപ്പിന്റെ ഇൻഡെക്സിന്റെ മൂവ്മെന്റ് നടന്നത്. അതിന് ട്രേഡേഴ്സ് നല്ല വിലയും കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മളെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്, നമ്മുടെ MTMലെങ്കിലും നമ്മളുടെ ലോസസിലെങ്കിലും ഒരു പൊസിഷനിലില്ലെങ്കിൽ MTMലെങ്കിലും നമുക്കൊരു ഫ്രെയിം വർക്ക് ലോസിന്റെ കാര്യത്തിൽ വേണമെന്നും പറയുന്നത്. ഇതായിരുന്നു നമ്മുടെ അപ്ഡേറ്റുകൾ വരുന്നത്. നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.